Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മയോണീസ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മയോണീസ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. മയോണീസ് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എഗ്ഗ്, മുട്ട 2 എണ്ണം. ഈ 2 മുട്ട വരുന്ന അളവിലുള്ളതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. മുട്ട 2 എണ്ണം, അതിനെപ്പോലെ തന്നെ 2 വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പെപ്പർ വൈറ്റ് പെപ്പറാണ് ശരിക്കും വേണ്ടത്. അതില്ലെങ്കിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ഇട്ടാലും മതി. പിന്നെ വേണ്ടത് വിനീഗർ, വൈറ്റ് വിനീഗറാണ് കേട്ടോ വേണ്ടത്. അല്ലെങ്കിൽ അതില്ലെങ്കിലും നമുക്ക് മറ്റേ വിനീഗർ, ആപ്പിൾ സിഡർ വിനീഗറോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ ഒഴിച്ചാലും മതി. പിന്നെ വേണ്ടത് വെജിറ്റബിൾ ഓയിൽസ് ഏതെങ്കിലും. ഇതിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുട്ട ഉടച്ചൊഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 2 മുട്ടയുടെ അളവിനുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ക്വാണ്ടിറ്റി മതി എന്നുണ്ടെങ്കിൽ ഇതെന്നെല്ലാം പകുതി വീതം എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ മുട്ട ഞാൻ ഫുള്ള് മുട്ടയായിട്ട് തന്നെയാണ് എടുക്കുന്നത്, അല്ലാതെ വൈറ്റ് മാത്രമായിട്ടല്ല എടുക്കണം. കുറേ ദിവസമൊക്കെ വെച്ചിരിക്കുകയാണെങ്കിലാണ് വൈറ്റിൻ്റെത്, വെച്ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. വൈറ്റ് മാത്രമായിട്ട് എടുക്കണ്ടേ. ഇതിപ്പോൾ വൈറ്റ് മാത്രമായിട്ടല്ല, ഫുള്ളും വൈറ്റും യോക്കും കൂടി ഒരുമിച്ചാണ് എടുക്കുന്നത്. 2 മുട്ട എടുത്തു. അടുത്ത 2 ഗാർലിക്കിൻ്റെ പീസ് അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ 2 മുട്ടയ്ക്ക് 2 അല്ലി വെളുത്തുള്ളി എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഗാർലിക് സോസായി മാറും. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാര, അതൊരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറച്ചെടുക്കേണ്ടവർക്ക് കുറച്ചെടുക്കാം. ഇനി ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ബ്ലാക്ക് പെപ്പർ ഒരു 1/2 ടീസ്പൂൺ മതി, അധികം വേണ്ട. പിന്നെ വൈറ്റ് പെപ്പറാണ് നല്ലത് കളറിന്. വിനീഗർ ഒഴിക്കാം, അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഒഴിക്കാം, ഏതായാലും കുഴപ്പമില്ല. അതും ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ച് പിന്നീട് കൂട്ടിയെടുക്കാം വേണമെങ്കിൽ. ഇനി അടുത്തത് ഓയിലാണ്. ഓയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലിന് പ്രത്യേകിച്ച് അളവ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഞാനിവിടെ 2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇത്ര ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം അടിച്ച് നോക്കാം. അടിച്ചിട്ട് സോസിൻ്റെ ഒരു കട്ടി ഉണ്ടല്ലോ, ആ കട്ടി വരുന്നത് വരെ നമ്മൾ ഓയിൽ ഇടയ്ക്ക് ചേർത്ത് അടിച്ചുകൊണ്ടിരിക്കണം. ആദ്യം നമുക്ക് അടിച്ച് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മൾ അടിക്കുമ്പോൾ പൾസ് ചെയ്ത് അടിക്കണം. അതായത് ഒറ്റയടിക്ക് നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കണ മാതിരി അങ്ങോട്ട് അരച്ച് പോകാൻ പാടില്ല. അപ്പോൾ നമ്മളിതാ അടിച്ച് ശരിയായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലും കട്ടി വേണമെന്നുള്ളവർക്ക് കട്ടിയാക്കാം, പക്ഷേ ഓയിൽ ഒഴിച്ചാലാണ് കട്ടിയാവുക. ഇത് ഏതാണ്ട് 250 ml അടുത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ കൺസിസ്റ്റൻസിയിലാണ് ഞങ്ങൾ എടുക്കുന്നത്. പിന്നെ ബ്ലാക്ക് പെപ്പർ അല്ലാതെ വൈറ്റ് പെപ്പർ ആണെങ്കിൽ ഒന്നും കൂടി വൈറ്റ് കളറായി കാണും. അതുപോലെ തന്നെ എഗ് യോക്ക് എടുക്കാതെ വൈറ്റ് മാത്രം എടുക്കുകയാണെങ്കിലും കൂടുതലായി കാണും. ഇവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് എടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ മയോണീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചിക്കൻ ബാർബിക്യൂ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോസാണ്. നമ്മുടെ ടേസ്റ്റർ ബ്രോ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് മയോണീസ്. ഇപ്പം ചിക്കൻ ഫ്രൈ ഒന്നും ആയിട്ടില്ല, അതായതിന് ശേഷം പിന്നെ അവൻ വീണ്ടും ടേസ്റ്റ് ചെയ്യും. സൂപ്പറായിട്ട് അടിപൊളി മയോണീസ് ആണ്. പിന്നെ ചിക്കൻ ഗ്രില്ലിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് പിന്നെ വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.